ഹായ് ഗൈസ്, വി വി ടാക്സിന്റെ മറ്റൊരു പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പേട്രിയോട്ട്. മമ്മുക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര അങ്ങനെ ഒരു പറ്റം താരനിരകൾ അഭിനയിച്ച പേട്രിയോട്ട്. ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് മഹേഷ് നാരായൺ. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ്, ആൻഡോ ജോസഫ് ആൻഡ് കെ ജി അനിൽകുമാർ. മ്യൂസിക് വന്നിട്ട് സുഷിൻ സ്റ്റാപ്പ്. ഒരു രക്ഷയില്ലായിരുന്നു, മ്യൂസിക് പറയാതിരിക്കാമേ. ഇതിലെ സിനിമാട്ടോഗ്രാഫർ മനുഷ് നന്ദൻ. സിനിമാട്ടോഗ്രാഫി അസാധ്യം. അതില് ഒരു കാറിലൊക്കെ ഉള്ളൊരു പോർഷൻ ഉണ്ടായിരുന്നു. അതില് ആ സിനിമാട്ടോഗ്രാഫി ഒരു രക്ഷയില്ലാതെ ആ ഒരു ഷോട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിനിമാട്ടോഗ്രാഫി ഒക്കെ എടുത്തു പറയേണ്ടതാണ്. പടത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പടം ഒരു ഹോളിവുഡ് റേഞ്ച്, മലയാളത്തിൽ നിന്ന് നമുക്കൊരു ഹോളിവുഡിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എന്ന് വേണം പറയാൻ. ടെക്നിക്കൽ ക്വാളിറ്റിയെ കുറിച്ച് എടുത്തു പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ, പ്രത്യേകിച്ച് പടത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ആദ്യമേ നമുക്കൊരു ഉണ്ടായിരുന്നല്ലോ. ഇത്രയും വലിയ ബിഗ് സ്റ്റാർസിനെ വെച്ച് അവരുടെ എമൗണ്ട് തന്നെ ഒരു വലിയ തുകയായിരിക്കും. അപ്പൊ അതിൽ തന്നെ പടത്തിന്റെ ബാക്കി ബഡ്ജറ്റ് നമുക്ക് ചിന്തിക്കാം. അതെല്ലാം പടത്തിൽ കാണാനുണ്ട്. ലൊക്കേഷൻസ് ആയാലും ടോട്ടൽ ഓവറോൾ പടത്തിൽ അതിൽ ഒരു കുറവും നമുക്ക് തോന്നില്ല. പിന്നെ എടുത്തു പറയണ്ടല്ലോ, മമ്മൂക്കയും ലാലേട്ടനും 18 വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിക്കുന്ന പടം. സോ അതെല്ലാം നമുക്ക് അതിനൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഹൈ. പക്ഷേ ആ ഹൈ എക്സ്പെക്ടേഷനിലേക്ക് പടം ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എന്താ പറയാ, ഇത് ഇങ്ങനെ ഈ ഒരു നരേഷൻ മലയാളികൾ എത്രത്തോളം സ്വീകരിക്കും, അല്ലെങ്കിൽ ഇവിടെ മലയാളികൾക്ക് എത്രത്തോളം വർക്കാവും എന്ന് അറിയില്ല. പടം ഓവറോൾ പറയല്ലേ, ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ട് കുറച്ച് ഇത് പടത്തിന്റെ ഒരു മൂഡ് നമുക്ക് മനസ്സിലാവും, പടം ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അത് ആൾറെഡി അവർ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ പടം പ്രതീക്ഷിച്ച് പോകരുത്, ക്യാരക്ടേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ പടം ചെയ്യുന്നത് അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. സത്യം ത്രൂ ഔട്ട് പടം മമ്മൂക്ക തന്നെയാണ് ത്രൂ ഔട്ട്. പിന്നെ എടുത്തു പറയേണ്ട പ്രകടനം ഫഹദ് ഫാസിൽ പുള്ളി അന്യ പ്രകടനമാണല്ലോ. പുള്ളിക്ക് ഏത് റോൾ കൊടുത്താലും, അത് പുള്ളി വില്ലനായാലും ശരി നായകനായാലും ശരി, പുള്ളിയുടേതായ ഒരു ലെവലിൽ ചെയ്തു വെക്കും. അത് അസാധ്യ പ്രകടനമായിരുന്നു ഫഹദ് ഫാസിൽ. പിന്നെ നയൻതാരയ്ക്കൊന്നും വലിയ പോർഷൻസ് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. നയൻതാര ഒന്നും അങ്ങനെ വലിയൊരു ഇതിൽ വരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. സുഷിൻ സാമിന്റെ മ്യൂസിക് വന്നിട്ട് നന്നായിരുന്നു പടത്തില്. അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പടത്തിന് അനുയോജ്യമായ രീതിയിൽ പുള്ളി അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നരേഷനിലും ഈ ഒരു മൂഡിൽ പോകുന്ന പടത്തിന് ഈ ഒരു മ്യൂസിക് അത് വളരെ ആപ്റ്റിനാണ്. പുള്ളിയുടെ ഭാഗം പാട്ടുകൾ അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ലെങ്കിൽ പിന്നെ പാട്ടുകളുടെ പ്ലേസ്മെന്റുകൾ കുറച്ച് ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തടുത്ത് റൊമാൻറ്റിക് പോലുള്ള കുഞ്ചാക്കോ ബോബനും കൂടെയുള്ള ആക്ട്രസ് ആയിട്ടുള്ള ഒരു ലവ് സോങ് പോലത്തെ ഒരു പോർഷനൊക്കെ വന്നപ്പം കുറച്ച് ബോറായിട്ടൊക്കെ തോന്നി. പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക അവര് 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന ഒരു മലയാള ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ, ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അപ്പം ആ ഹൈപ്പിലേക്ക് പടം എത്തിയെന്ന് ചോദിച്ചാൽ എത്തിയില്ലെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ രണ്ടുപേരുടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പടത്തിന്റെ നരേഷനും രീതിയും മോഡും വേറെ ആണെങ്കിലും അങ്ങനെ ഒരു ഇത് തരം പടത്തിന് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ ക്വാളിറ്റി വെച്ച് പടം വേറെ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. ഒരു ഹോളിവുഡ് നമുക്ക് മലയാളികൾക്ക് ഒരു ഹോളിവുഡ് ലെവൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അത്രയ്ക്കും ടെക്നിക്കൽ ക്വാളിറ്റി പടത്തിലുണ്ട്. പക്ഷെ അപ്പോഴും ഓവറോൾ പടം കണ്ടിട്ട് തൃപ്തി ആയോ എന്ന് ചോദിച്ചാൽ ആ ഒരു നരേഷൻ രീതി കൊണ്ടായിരിക്കാം പേഴ്സണലി നമുക്ക് ഫാൻസിനൊക്കെ ഫാൻസിനൊക്കെ നമുക്ക് കുറച്ച് എനർജി തരുന്ന സീൻസ് പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒക്കെ ഇൻട്രോ തിയേറ്ററിൽ ബഹളമായിരുന്നു. തിയേറ്ററിൽ അത് ത്രൂ ഔട്ട് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമുണ്ട്. മമ്മൂക്കയാണ് പടം കൊണ്ടുപോകുന്നത്. പക്ഷെ ലാലേട്ടൻ കുറച്ചുള്ളൂ. ലാലേട്ടന്റെ ഇൻട്രോ ഒക്കെ തിയേറ്ററിൽ അറുമാദിക്കലായിരുന്നു. പക്ഷെ എന്നാലും ഇൻട്രോ കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു അവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് ഡള്ളായി പോയതുപോലെ തോന്നി. ആ ക്യാരക്ടറിന് ഒരു ബൂസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ
ആ ക്യാരക്ടറിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ള വകയില്ല എന്നുള്ള ഒരവസ്ഥ അതിലാണ് ആ ക്യാരക്ടറെ കൊണ്ടുപോകുന്നത്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ഒന്നും നമ്മളെ മോശമായിട്ട് തോന്നിയിട്ടില്ല. സൗണ്ട് ഡിസൈനിങ് ഒക്കെ കൊള്ളാമായിരുന്നു. കാരണം ഫൈറ്റ് സീനിലാണെങ്കിലും ഫൈറ്റ് സീനൊക്കെ ഒരുവിധം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവര് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കാണാനുമുണ്ട്. പക്ഷെ സൗണ്ട് ഡിസൈനിങ് ആ സൗണ്ട് അത് സ്റ്റണ്ടിലാണെങ്കിലും ശരി, അതിലൊരു കാറിലോട് സീൻ ഫൈറ്റ് ഒക്കെ നന്നായിട്ട് നല്ല രസം തോന്നി. അതൊക്കെ തന്നെയാണ് പടത്തില് കുറച്ചെങ്കിലും നമുക്കൊരു ഫീൽ തന്നത്. അതായത് ഒരു കാറിലെ ഫൈറ്റ്, അതും ആ കാറിനകത്തുള്ള ഷോട്ട് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി പുള്ളിക്കൊരു ക്ലാപ്പ് കൊടുക്കണം. അതായത് മനുഷ് നന്ദൻ ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു പുള്ളി ആ ഒരു ഷോട്ട് കൊണ്ടുപോകുന്ന രീതി, ആ കാറിനകത്ത് അത് എങ്ങനെ പ്ലാൻ ചെയ്ത്, അത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ കാറിനകത്ത് ഷൂട്ട് ചെയ്തത് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അതായത് ഒറിജിനൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിൽ ഷൂട്ട് ചെയ്തതാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ അത് അവൻ്റെ ആ ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ആ ഷോട്ടിന്റെ മൂവ്മെന്റ്, അതൊക്കെ ഒരു രക്ഷയില്ല. അത് ആ ഒരു ഒറ്റ സിംഗിൾ ഷോട്ടിൽ ആ കവർ ചെയ്ത് വരുന്ന രീതി, അതൊക്കെ വെറൈറ്റി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഷോട്ടായിരുന്നു. അതുകൊണ്ട് സിനിമ പറയില്ല, ടെക്നിക്കൽ ക്വാളിറ്റിയിലൊക്കെ പടം വേറെ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോഴും ഓവറോൾ നോക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ നമുക്ക് വിചാരിച്ച സാധനങ്ങൾ കിട്ടാത്തൊരു തൃപ്തിക്കുറവ് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചു പോകും. കാരണം അങ്ങനെയുള്ള രണ്ടുപേരാണ്. അപ്പം കുറച്ചുകൂടെ വ്യത്യസ്തത കൊണ്ടുവരാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നിങ്ങളും ഈ പടം പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെല്ലാവരും കാണും, സ്വാഭാവികം. കാരണം മലയാളത്തിന്റെ 2 വലിയ സ്റ്റാറുകൾ അഭിനയിച്ച പടമാണ് ഈ പടം പേട്രിയോട്ട്. അപ്പം എന്തായാലും എല്ലാവരും പോയി തിയേറ്ററിൽ പോയി മമ്മൂക്കയും ലാലേട്ടനെയും കാണും. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും ഇതുപോലെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതാണ് പേട്രിയോട്ടിനെ കുറിച്ചുള്ള എന്റെ റിവ്യൂ. ഓവറോൾ പറയണമെങ്കിൽ ടെക്നിക്കലി ഒരു ഹൈ റേഞ്ച് നിൽക്കുന്ന ഒരു പടം. ടെക്നിക്കലി നമുക്ക് ഒരിക്കലും പോയി പടം കണ്ടെന്ന് പറഞ്ഞ ഒരു പൈസ പോയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. ടെക്നിക്കലി നിങ്ങൾക്ക് മലയാള പടത്തിന്റെ ഒരു പീക്ക് ടെക്നിക്കൽ ലെവൽ കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെയാണ് പ്രകടനങ്ങളും നല്ല രീതിയിലായിരുന്നു. പറഞ്ഞില്ലേ, ഫഹദ് ഫാസിലൊക്കെ അസാധ്യ പ്രകടനമായിരുന്നു. ഫഹദ് ഫാസിലായാലും മമ്മൂക്കയിലും ലാലേട്ടനല്ല, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ ഇവിടെയൊക്കെ നമുക്ക് അങ്ങോട്ട് പടം അറുമതിച്ച് ഇളവി എന്ന് പറയാൻ പറ്റുന്ന ഒരു റേഞ്ചിലേക്ക് എത്തിയില്ല. സോ ഇതാണ് പേട്രിയോട്ടിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. സോ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. റിവ്യൂ അടുത്ത മറ്റ് പുതിയ റിവ്യൂകളുമായി നിങ്ങളെ സന്ധിക്കും വരേക്കും വണക്കം.